സുരഭിയെക്കാട്ടും അത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ പറ്റില്ല, ചീറ്റി പോകും. അപ്പം അത് വേണ്ട പറഞ്ഞു. നല്ലത് കുറച്ച് മതിയല്ലോ. 3.5 വർഷം തകർത്താടി, ഇപ്പോഴും അതിൻ്റെ അലകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതായത് 2017 എപ്പിസോഡ്, ലാസ്റ്റത്തെ എപ്പിസോഡ് സ്റ്റോപ്പ് ചെയ്യണം. ഇന്ന് 2025. ഇന്ന് നമ്മളിപ്പം ഇപ്പോഴും ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗൾഫിലെ ചില ഉമ്മമാരൊക്കെ പറയുകയെ നിങ്ങളോട് വലിയ നന്ദിയുണ്ട് കേട്ടോ. ഞാൻ പക്ഷെ എന്തേ അല്ല, എനിക്ക് വീട്ടിൽ 5 വയസ്സുള്ളൊരു മോനും ഉണ്ട്, 7 വയസ്സുള്ളൊരു മോളുണ്ട്. രണ്ടും അറാമ്പറപ്പ്. സ്കൂളില്ലാത്ത ദിവസം ഇവരൊന്ന് പൊറപ്പിക്കാനേ പിന്നാലെ നടക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തുകേടുണ്ടാക്കും. എനിക്ക് വീട്ടിലെ പണിയെടുക്കണ്ടേ. ഭർത്താവ് രാവിലെ അങ്ങോട്ട് പോകും. ഞാനെന്താ ചെയ്യാന്നറിയോ, MAT മൂസിന്റെ 4 എപ്പിസോഡ് അങ്ങോട്ട് ഇട്ടു കൊടുക്കും. അവിടെ ഇരുന്നോളും രണ്ടും. പിന്നെ അതിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങൂല. അതൊരു വലിയ കാര്യമല്ലേ. ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളും കാണുന്നു, ചെറിയ കുട്ടികളെ കാണുക. അപ്പൊ ഈ അടുത്ത് ഞാനൊരു കോളേജിന് ഇനോഗ്രേഷന് പോയപ്പോൾ എന്നെ ഇനോഗ്രേഷന് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ എന്നെ വെൽക്കം ചെയ്യണത്, ഞാൻ എൻ്റെ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതൽ സാറിന്റെ ആരാധികയാണ്. അന്നാണ് MAT മൂസ് തുടങ്ങണത്. ഇപ്പൊ അവള് വലിയ കുട്ടിയായി. അപ്പൊ അപ്പോഴാണ് കാലങ്ങൾ പോയ പോക്കൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കണതേ. ഭയങ്കര അത്ഭുതമല്ലേ. ഇപ്പൊ സുരഭി ചേച്ചിയുടെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അതൊരു സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു സജീവമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഗ്രോത്ത് എങ്ങനെയാ കാണുന്നത് ശരിക്കും? അല്ല, എനിക്ക് അഭിമാനമാണ്. കാരണം സുരഭി നല്ല കാലിബറുള്ള ഒരു നടിയാണ്. അവളതിനു മുമ്പ് അവളീ പറഞ്ഞ മാതിരി ഇപ്പം ഞങ്ങളെ മറുമായത്തിലെ മണികണ്ഠനെ കുറിച്ച് പറഞ്ഞ പോലെ ഇവള് തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അവൾ കാലടി യൂണിവേഴ്സിറ്റിയിൽ അഭിനയമാണ് അവൾ പഠിച്ചത്, ഡാൻസും. അപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അവൾ ചെയ്ത നാടകങ്ങളൊക്കെ സൂപ്പർ നാടകങ്ങളാണ്. സുരഭിയുടെ ഒരു നാടകം കണ്ടിട്ടാണ് സുരഭിയും ഞാനും തമ്മിൽ അടുത്തറിയുന്നതും പരിചയപ്പെടുന്നതും. ഞാൻ ശരിക്കും വിസ്മയിച്ച് പോയിരുന്നു. ഞാൻ ആ ബാക്ക് സ്റ്റേജിൽ പോയിട്ട് സുരഭിയെ വാട്ട് എ പെർഫോമൻസ് സുരഭി എന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ സുരഭിയുടെ ഓരോ വളർച്ച, ഇപ്പോൾ MAT മൂസ എന്നുള്ള കഥാപാത്രം സുരഭിക്ക് നാഷണൽ അവാർഡ് കിട്ടുക, മിന്നാമിനിങ്ങിലെ അമ്മയും തമ്മിൽ ആനയും അണ്ണാങ്കട്ടൻ്റെ വ്യത്യാസമുണ്ട്. അതാണ് ഒരു നടി എന്ന് പറയുന്നത്. അത്ര എക്സ്ട്രാ ഈ എന്താണ് മൂസക്കയ്യ നിങ്ങൾ കാണിക്കണേ എന്ന് പറയുന്ന ആള് മോളെ ഏത് മോളെ എന്ന് പറയുമ്പോഴുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അവൾക്ക് ഇനിയും ഒരുപാട് അംഗീകാരം, അവൾക്ക് അവളുടെ ജാതക പ്രകാരം ഒരു ദേശീയ അവാർഡ് കൂടി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയണേ. അപ്പോൾ പിന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഭയങ്കര കഥയാണ്. US ഉണ്ടായ പല തമാശകളും. വീട് വിട്ട് ആദ്യമായിട്ട് ഒരു മാസമൊക്കെ വീട്ടിൽ നമ്മൾ ഹോം സിക്നെസ്സൊക്കെ ഒരു കൂട്ടത്തിലാണ്. അവിടെ എത്തി കരയാനൊക്കെ തുടങ്ങി, വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. നേഴ്സറി കൂട്ടത്തൊക്കെ ഉണ്ടായവര് അവസാനം എൻ്റെ റൂമിൽ വന്ന് കിടക്കും. എനിക്ക് ഒറ്റയ്ക്ക് അവിടെ കിടക്കാൻ പറ്റൂല, എനിക്ക് എൻ്റെ അമ്മേൻ്റെ കൂടെ കിടക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ വാശി പിടിക്കുന്ന ഒരു വളരെ നിഷ്കളങ്കയായ ഒരു ആളാണ് സുരഭി. അപ്പോൾ സുരഭി ഇനിയും ഒരുപാട് അവസരം, ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PhD ഇപ്പോൾ കഴിയാറായി. ശരിക്കും എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ മുസ്ലിം ക്യാരക്ടർ അല്ലാതെ ഞാനും സുരഭിയും ഒന്നിക്കുന്ന ഒരു കഥാപാത്രമൊക്കെ വന്നാൽ സിനിമയിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടി. ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ. പക്ഷേ അതിൽ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ലാതെ പോയത്. കള്ളൻ ഡിസൂസ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനും അവളും ഉണ്ടായിരുന്നു.